പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ സന്ധ്യാവേളയിൽ പ്രാർത്ഥനാ ധ്വനി ഫേസ്ബുക്ക് യൂട്യൂബ് മീഡിയയിലൂടെ ഞങ്ങളെ വീക്ഷിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തയേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ എളിയ കുടുംബത്തിന്റെ സ്നേഹവന്ദനം. ഇങ്ങനെ ഒരു വേദി ഞങ്ങളുടെ കുടുംബത്തിന് ഒരുക്കിയ സർവ്വപ്രഭാരമായ ദൈവത്തിന് ആദ്യമായി ഞങ്ങളുടെ മാനവ മഹത്വം അർപ്പിക്കുന്നു. ഇതിനുവേണ്ടി ഞങ്ങളെ ക്ഷണിച്ച പ്രാർത്ഥനാ ധ്വനി ഇന്റർനാഷണൽ ഡയറക്ടറായിരിക്കുന്ന പാസ്റ്റർ ബെൻസൺ ഡാനിയലോട് കുടുംബത്തോടുള്ള നന്ദിയും കടപ്പാടും വിതരണത്തിന് അറിയിക്കുന്നു. ഒരു ക്രിസ്തു ഭക്തനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൽ പല വൈഷമ്യമുള്ള വീടുകളിൽ കൂടി കടക്കേണ്ടി വരും. ആ സാഹചര്യം കൂടിയൊക്കെ കടന്നു പോകുമ്പോൾ അതിനെയെല്ലാം അതിജീവിക്കുവാൻ ദൈവം അവന്റെ കാലുകളെ ബലപ്പെടുത്തുന്നു. ഇങ്ങനെ അർത്ഥം വരുന്നതായ ഒരു ഗാനം നമുക്ക് ശ്രമിക്കാം. ഞങ്ങളിവിടെ പാടുന്ന പാട്ടുകളെല്ലാം പഴയ ഗാനങ്ങളാണ്, നിങ്ങൾക്കെല്ലാം അറിയാവുന്ന പാട്ടുകളാണ്. ദൈവനാമത്തിൽ നിങ്ങൾ അവിടെ എവിടെയായി ശ്രദ്ധിക്കുമ്പോൾ ഞങ്ങളോടൊപ്പം പാട്ടുകൾ ചേർന്ന് പാടുവാൻ ദൈവനാമത്തിൽ ഓർമ്മിക്കുന്നു. സഹോദരീഷ് വൈഷമ്യമേറിയ കുണ്ടുകളും കരയേറുവാൻ ദൈവം നമ്മെ ബലപ്പെടുത്തട്ടെ. നമ്മൾ സേവിക്കുന്ന ദൈവം നമ്മെ കാക്കുവാൻ കരുതുവാൻ ശക്തനായ ദൈവമാണ്. ഒരു സൈന്യം നമുക്കെതിരെ പാളയമിറങ്ങിയാലും നാം ഭയപ്പെടുകയില്ല. സങ്കീർത്തനം 91:7 പ്രകാരം പറയുന്നു, നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലത്ത് ഭാഗത്ത് 10,000 പേരും വീഴും, എങ്കിലും അത് നിന്നോട് അടുത്തു വരികയില്ല. നമുക്കെതിരെ ശത്രുക്കൾ വരുമ്പോൾ നമ്മെ മാറോട് ചേർത്തണയ്ക്കുന്ന ആ കർത്താവിന്റെ നല്ല കരുത്തിനായി ഇങ്ങനെ അർത്ഥം വരുന്ന ഒരു പാട്ട്, എന്നെ കരുതുവാൻ, എന്നെ കാക്കുവാൻ, എന്നെ പാലിപ്പാൻ യേശു മതിയായവൻ എന്ന് പറയുന്ന അർത്ഥം നമുക്ക് എല്ലാവർക്കും ചേർന്ന് പാടാം. നിങ്ങൾ ഞങ്ങളോടൊപ്പം പാടി ദൈവത്തെ മഹത്വപ്പെടുത്തി ഞങ്ങളോടൊപ്പം ചേർന്ന് പാടണമേ എന്ന് ദൈവനാമത്തിൽ അപേക്ഷിക്കുന്നു. എന്നെ കരുതുവാൻ, കാക്കുവാൻ, പാലിപ്പാൻ യേശു എന്നും മതിയായവൻ. പ്രൈസ് ദി ലോർഡ്. One
ആസ്വദിക്കുന്നതിൽ എത്ര പേർക്ക് സന്തോഷമുണ്ട്. നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന യഹോവയായ ദൈവം നമ്മോട് കൂടെ ഉള്ളതുകൊണ്ട് നാം ഭയപ്പെടേണ്ടതില്ല. പകൽ മേഘസ്തംഭമായി രാത്രി അഗ്നിതൂണായി നമ്മെ പരിപാലിക്കുന്ന ദൈവം. നമ്മൾക്ക് ഒരു ഗാനം പാടി സന്തോഷിക്കാം. എന്നെ അറിയാൻ, എന്നെ നടത്താൻ എല്ലാ നാളിലും യാഗ എനിക്കുണ്ട്. യാഗ നമ്മോട് കൂടെ ഉള്ളതാൽ നമ്മളൊന്നിനും ഭാരപ്പെടേണ്ട കാര്യമില്ല, പ്രയാസപ്പെടേണ്ട കാര്യമില്ല. ദൈവം നമ്മെ കരുതിക്കൊള്ളും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അറിയാവുന്നവരെല്ലാവരും ഞങ്ങളോടൊപ്പം ചേർന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ താഴ്മയെ അപേക്ഷിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നെ അറിയാൻ, എന്നെ നടത്താൻ എല്ലാ നാളിലും യാഗ എനിക്കുണ്ട്. എന്നെ അറിയാൻ, എന്നെ നടത്താൻ എല്ലാ നാളിലും യാഗ എനിക്കുണ്ട്.
ഹല്ലേലൂയ. ഓരോ ദിവസവും ആ യാഗം നമ്മളെ വഴി നടത്തുന്നു. ഹല്ലേലൂയ. ചില വിഷയങ്ങൾക്ക് വേണ്ടി നമ്മളോട് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അവരുടെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ വിഷയങ്ങൾ പറയുമ്പോൾ ഞങ്ങളോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കണമേ. പ്രാർത്ഥനാധ്വനി കഴിഞ്ഞ നാളുകളിൽ വിവിധ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ സ്വർഗം അനുവദിച്ചു. ഹല്ലേലൂയ. പ്രാർത്ഥനയിലൂടെ കൈത്താങ്ങുക എന്നുള്ള വിഷയമായി ഹല്ലേലൂയ ദൈവം നൽകിയ ദർശന പ്രകാരം ഹല്ലേലൂയ മുന്നോട്ട് പോകാൻ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ ദൈവം ഒരുക്കുന്ന വിധങ്ങൾക്കായി ദൈവത്തിന് നന്ദി പറയുന്നു. പ്രാർത്ഥനയ്ക്കായി ഇവിടെ 3 വിഷയങ്ങൾ പറയുന്നു. കൊണ്ടറയിലുള്ള ബ്രദർ വർഗീസ് എന്ന പിതാവ് 2 മാസങ്ങൾക്ക് മുൻപായി ഒന്ന് വീഴുവാനിടയായി. പെട്ടെന്നുണ്ടായ വീഴ്ചയിൽ തന്റെ നടുവിന് പൊട്ടലുണ്ടായി, തലയിൽ ബ്ലഡ് കോട്ടായി. ദൈവജനത്തിന്റെ വിലയേറിയ പ്രാർത്ഥന അതിലേക്ക് ചോദിക്കുകയാണ്. അതുപോലെ കോഴിക്കോട് ബ്രദർ അരുൺ, 20 വയസ്സുള്ള ബ്രദർ അരുൺ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ അപകടത്തിൽ 12 വാരിയിൽ 2 സൈഡിലുള്ള വാരിയിൽ ഒടിഞ്ഞ് ലിങ്സിന് മുറിവുണ്ടായി, നട്ടലൊടിഞ്ഞ് ഒരു സർജറി കഴിഞ്ഞു. എന്നാൽ അദ്ദേഹത്തിന് എണീറ്റ് നടക്കാൻ കഴിയാത്ത അവസ്ഥയിൽ 2 കാലുകളും തളർന്ന് കിടക്കയിലായിരിക്കുന്നു. ദൈവജനത്തിന്റെ പ്രാർത്ഥന അതിലേക്ക് ചോദിക്കുകയാണ്. അതേപോലെ മെയ് മാസം 15-ാം തീയതി, 16-ാം തീയതി, 17-ാം തീയതികളിൽ നടക്കുന്ന പ്രാർത്ഥനാ ധ്വനി ഇളമ്പലിക്കൽ കൺവെൻഷന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. സാഹചര്യങ്ങളെല്ലാം അനുകൂലമാക്കി, കാലാവസ്ഥയെല്ലാം അനുകൂലമാക്കി രാജ്യത്തോട് സുവിശേഷം വിളിച്ചറിയിക്കുമ്പോൾ അനേക പാപികൾ മാനസാന്തരപ്പെടുവാൻ ദേവദാസന്മാരെല്ലാം കൃത്യമായി എത്തുവാൻ ഹല്ലേലൂയ നല്ല അനുകൂലമായ കാലാവസ്ഥകൾ ലഭിക്കേണ്ടതിനായി ഈ 3 വിഷയങ്ങൾക്കായി സഹോദരി ഇപ്പോൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ.
അത്രത്തോളം സമയം ദൈവിക സന്നിധിയിൽ പാടുവാൻ പ്രാർത്ഥിപ്പാനൊക്കെ ദൈവം നമ്മളെ ബലപ്പെടുത്തി. ഹല്ലേലൂയ. ദൈവത്തിൻ്റെതായ ചില പ്രശ്നങ്ങൾ കൊണ്ട് താമസിച്ചാണ് തുടങ്ങാൻ കഴിഞ്ഞെങ്കിലും അത്രത്തോളം ദൈവം നമ്മെ സഹായിച്ചല്ലോ. ദൈവത്തിന്റെ എല്ലാ പദ്ധതികൾക്കായി ദൈവത്തിന് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ഈ ഫേസ്ബുക്ക് ലൈവിൽ കൂടി അവിടെയിടങ്ങളായി ഞങ്ങളെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ ഒരിക്കൽ കൂടി എളിയ കുടുംബത്തിന്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവം നമ്മളെ അവിടെയിടങ്ങളായി പരിപാലിക്കുന്നു. ഹല്ലേലൂയ. ഇങ്ങനെ ഒരു അവസരം ദൈവം നമുക്ക് ഒരുക്കി നൽകിയല്ലോ. അല്പസമയത്തെ വേദ വിചിന്തനത്തിനായി ഒരു വാക്യം വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. 1 പത്രോസിന്റെ ലേഖനം 5-ാം അധ്യായം 7-ാം വാക്യം. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുകയും. ഒരു ദൈവത്തിന്റെ ഏതോ ജീവിതത്തിൽ ദൈവം കരുതുകയും സൂക്ഷിക്കുകയും ചെയ്യുന്ന വിധങ്ങൾ വലുതാണ്. ഏഷ്യ മൈനർ തീരത്ത് ചിതറിപ്പാർത്ത യഹൂദ ജനത്തിനു വേണ്ടി ക്രിസ്തുവിന്റെ സഹപടനായിരുന്ന പത്രോസ് അപ്പോസ്തലൻ എഴുതിയ ലേഖനത്തിലെ അതിമനോഹരമായ ഒരു വാഗ്ദത്ത വചനമാണ് നാം ഇവിടെ വായിച്ചു കേട്ടത്. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുകയും. ആ കാലത്തിലെ ദൈവമക്കൾ പല പീഡനത്തിൽ കൂടി കടന്നുപോയപ്പോൾ, അവരുടെ സഭയിൽ പല പ്രശ്നങ്ങൾ കടന്നു വന്നപ്പോൾ വിശ്വാസികൾ ചിതറിപ്പോകുമോ എന്നുള്ള ആകുലതയിൽ ആ കാലഘട്ടത്തിൽ പത്രോസ് അവർക്ക് വേണ്ടി വാഗ്ദത്ത വചനങ്ങളെ കൊടുക്കുകയാണ്. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുകയും. ഇതുപോലെ ഏത് പ്രതിസന്ധി കാലഘട്ടത്തിലും ഏത് വേദനയുടെ അവസ്ഥയിലും നാം കടന്നുപോയാലും പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മെ കരുതുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ അത് മറന്നു പോകരുത്. വിശ്വാസ ജീവിതത്തിൽ നാം നിലനിൽക്കുന്നതിന്റെ പ്രാധാന്യം അതാണ്. കരുതുന്ന ദൈവം. കണ്ണുനീരിന്റെയും ദുഃഖത്തിന്റെയും താഴ്വരയിൽ കൂടി കടന്നുപോയാലും ഒരുപക്ഷെ അങ്ങനെയുള്ള അവസ്ഥയിൽ കൂടി കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരെ ശ്രമിക്കുന്നുണ്ടാവും. അതിന്റെ നടുവിലും ഒരു സാറാഭാത്തൊരുക്കി ദൈവം നമ്മെ മാനിക്കുവാനിടയായി തീരും. 1 കൊരിന്ത്യർ 2-ാം അധ്യായം 9-ാം വാക്യത്തിൽ ഇപ്രകാരം കാണുന്നു: ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. ഭക്തനായ ഏലിയാവിനെ പറ്റി നമുക്കറിയാം. ചൂരച്ചെടിയുടെ കീഴിൽ കിടന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. യഹോവയായ ദൈവം ഏലിയാവിനോട് ഇടപെട്ടു. ഏലിയാവേ, നീ ഇവിടെ കിടക്കുവാനുള്ളവനല്ല, ബഹുദൂരം ഓടേണ്ടവനാണ്. അങ്ങനെ ആഹാബിനെ നോക്കി ഏലിയാവ് പ്രവചിക്കുകയാണ്. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ഈ ദേശത്ത് ക്ഷാമമുണ്ടാകും. ഹല്ലേലൂയ. മഴയോ മഞ്ഞോ ഉണ്ടാകുകയില്ല എന്ന് അവൻ ശക്തമായി ആഹാബ് രാജാവിനോട് ദൂത് പറയുകയാണ്. ഹല്ലേലൂയ. അതേപോലെ സംഭവിച്ചു. അവിടെ 3 ആണ്ടും 6 മാസവും മഴ പെയ്തില്ല. ഹല്ലേലൂയ. മഴ ലഭിക്കാത്തതിനാൽ അവിടെ ക്ഷാമങ്ങൾ അനുഭവപ്പെട്ടപ്പോൾ ഏലിയാവിനോട് ദൈവം പറഞ്ഞു, നീ കെരീത്തിലേക്ക് പോവുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവം നിന്നെ അവിടെ കരുതിക്കൊള്ളും. ഞാൻ കാക്കയോട് കൽപ്പിച്ചിട്ടുണ്ട്, ദൈവം നിനക്ക് വേണ്ടി അപ്പവും ഹല്ലേലൂയ ഇറച്ചിയും നൽകി നിന്നെ പോഷിപ്പാൻ ഞാൻ നിനക്ക് വേണ്ടി അവിടെ കാക്കയോട് കൽപ്പിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അങ്ങനെ ദൈവത്തിന്റെ വാക്കുകൾ അനുസരിച്ച് ഏലിയാവ് മുന്നോട്ട് പോവുകയാണ്. ഹല്ലേലൂയ. ദൈവിക സന്നിധിയിൽ ദൈവം കരുതണമെങ്കിൽ ഹല്ലേലൂയ ദൈവത്തിന്റെ ചില കൽപ്പനകൾ നാം അനുസരിക്കാൻ തയ്യാറായിരിക്കണം. ഹല്ലേലൂയ. ദൈവത്തിന്റെ കൽപ്പനകൾ, അവന്റെ വാക്കുകൾ നാം അനുസരിച്ചാൽ അവൻ നമ്മളെ കരുതുവാനിടയായിത്തീരും. ഹല്ലേലൂയ. നിന്റെ മുന്നിലുള്ള കെരീത്തുകൾ വറ്റട്ടെ, കാക്കയുടെ വരവ് നിൽക്കട്ടെ, എന്നാൽ ദൈവം നിന്നെ വേറൊരു സ്ഥലത്തേക്ക് അയക്കാൻ തയ്യാറാണ്. ഹല്ലേലൂയ. നിന്റെ വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് ഹല്ലേലൂയ ഹല്ലേലൂയ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ദൈവം നിന്നെ കരുതും. ഹല്ലേലൂയ. കെരീത്തിന്റെ അവസ്ഥ നമുക്കറിയാം. ഹല്ലേലൂയ. വളരെ ദുഃഖത്തോടെ ഏലിയാവ് പിന്നെ കടന്നുപോയാണ്. കെരീത്ത് വറ്റി, കാക്കയുടെ വരവും നിന്നു. ഹല്ലേലൂയ. എന്നാൽ ഏലിയാവ് ക്ഷീണിതനായില്ല. വീണ്ടും ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവമായ യഹോവ വീണ്ടും അവനോട് ഇടപെടുകയാണ്. നീ സറാഫാത്തിലേക്ക് പോകണം. ഹല്ലേലൂയ. സറാഫാത്തിൽ നിന്നെ കരുതുവാൻ ഞാൻ അവിടെ വിധവയോട് കൽപ്പിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ഒന്നുമില്ലായ്മയുടെ അനുഭവത്തിൽ വിധവ ഏലിയാവിന് വേണ്ടി കരുതുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവിടെ ചെന്നവൻ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുവാൻ കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ ആ വിധവയായ സ്ത്രീ അവനോട് പറയുകയാണ്, അല്പം വെള്ളവും ഒരടയും ചുട്ട് കഴിച്ചിട്ട് ഞങ്ങൾ മരിക്കാനിരിക്കുകയാണ്. ഹല്ലേലൂയ. അവസ്ഥയിൽ ഏലിയാവ് അവിടെ ചെന്നത് അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കാനിടയായി. പ്രിയ ദൈവമക്കളെ, നമ്മൾ ദൈവദാസന്മാരെയും ദൈവമക്കളെയും ഹല്ലേലൂയ ദൈവത്തിന്റെ കൽപ്പനകളെയും അനുസരിക്കുന്നതായിരിക്കണം. ഹല്ലേലൂയ. അത് നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തുവാനിടയായി തീരും. ഹല്ലേലൂയ.
ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായം നാം പഠിക്കുമ്പോൾ അവിടെ ഹാഗാറിനെ പറ്റി നാം കേൾക്കുന്നുണ്ട്. ഹല്ലേലൂയ. അബ്രഹാമിന്റെ ഭവനത്തിൽ ദാസിയായിരുന്ന ഹാഗാർ പ്രതീക്ഷിക്കാത്ത സമയത്താണ് തന്നെ അവിടെ നിന്ന് ഇറക്കി വിടുന്നത്. ഹല്ലേലൂയ. ആരും സഹായിക്കാത്ത അവസ്ഥയിലൂടെ താൻ കടന്നു പോകുമ്പോൾ ഒരു സ്ഥലം അവളുടെ മുമ്പിലില്ല. എവിടേക്ക് പോകണമെന്ന് അവളുടെ കയ്യിൽ ഒരു കുഞ്ഞു മാത്രമുണ്ട്. ഹല്ലേലൂയ. ആ കുഞ്ഞുമായി നടന്ന് അവൾ എത്തപ്പെട്ടത് ബെർശേബ മരുഭൂമിയിലായിരുന്നു. ബെർശേബ മരുഭൂമിയിൽ അവൾ ഏകാന്തതയുടെ അവസ്ഥയിൽ, കണ്ണുനീരിന്റെ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ ഒരു തുരുത്തി അല്പം വെള്ളവും ഒരു കഷ്ണവും അപ്പവും അവളുടെ കയ്യിലുണ്ടായിരുന്നു. അത് അവൾ കഴിച്ച ശേഷം കുഞ്ഞിന്റെ നിലവിളി കേട്ട് ഹല്ലേലൂയ കുഞ്ഞിനെ അൻപിൽപാട് ദൂരത്ത് ഉപേക്ഷിച്ച ശേഷം ദൈവത്തോട് പറയുകയാണ്, ഹല്ലേലൂയ കുഞ്ഞിന്റെ മരണം എനിക്ക് കാണണ്ട. ഹല്ലേലൂയ. ഹല്ലേലൂയ. മരണത്തെ മുഖാമുഖമായി കണ്ടുകൊണ്ട് അവൾ കരഞ്ഞ് മരുഭൂമിയിൽ മുന്നോട്ട് നീങ്ങി. രക്ഷപ്പെടുവാൻ ഒരു പഴുതുമില്ല. അങ്ങനെ അവൾ കഴിഞ്ഞിരിക്കുമ്പോൾ ഹല്ലേലൂയ ദൈവം അവളുടെ പ്രത്യക്ഷനായി അവൾക്ക് ഒരു നീരുറവെ തുറന്നു കൊടുക്കുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആർക്കും തുറക്കാനാകാത്ത നീരുറവ, ആർക്കും അടയ്ക്കാനാകാത്ത നീരുറവ മരുഭൂമിയിൽ അവൾക്കായി ദൈവം കരുതി. ഹല്ലേലൂയ. ദൈവമക്കളെ, ഇതാണ് നമ്മുടെ വേദനയുടെ, ഭാരങ്ങളുടെയും കണ്ണുനീരിന്റെയും നടുവിൽ ദൈവം ഇറങ്ങി വരുന്ന അവസ്ഥ. ഹല്ലേലൂയ. ഹല്ലേലൂയ. മരുഭൂമിയുടെ അവസ്ഥയാവട്ടെ, കണ്ണുനീരിന്റെ അവസ്ഥയാവട്ടെ, പലപ്പോഴും ബെർശേബയുടെ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാറുണ്ട്. കെരീത്തിന്റെ അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാറുണ്ട്. എന്നാൽ ദൈവം നമ്മെ കരുതുന്ന വിധങ്ങൾ ഓർത്താൽ വലുതാണ്. ഹല്ലേലൂയ. മനുഷ്യന് ചിന്തിക്കാവുന്നതിൽ അപ്പുറമാണ് ദൈവം നമ്മെ കരുതുന്നത്. ഹല്ലേലൂയ. അബ്രഹാമിന് വേണ്ടി ദൈവം കരുതി, ഇസഹാക്കിന് വേണ്ടി ദൈവം കരുതി. ഹല്ലേലൂയ. വിഗ്രഹങ്ങളെ ആരാധിച്ചുകൊണ്ടിരുന്ന തേരഹിന്റെ മകനായ അബ്രഹാമിനെ ദൈവം വിളിക്കുന്നു. ഹല്ലേലൂയ. ഏകപുത്രനായ ഇസഹാക്കിനെ മോറിയ മലയിൽ കൊണ്ടുപോയി യാഗം കഴിക്കാൻ അവരോട് കൽപ്പിച്ചപ്പോൾ തിരിച്ചൊരു വാക്കുപോലും അവൻ പറയാതെ മോറിയ മലയിലേക്ക് യാത്രയാകുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പോകുന്ന വഴിയിൽ ഇസഹാക്ക് അബ്രഹാമിനോട് ചോദിക്കുന്നു, അപ്പാ വിറകുണ്ട്, കത്തിയുണ്ട്, തീയുണ്ട്, യാഗത്തിനുള്ള മൃഗം എവിടെ? ഹല്ലേലൂയ. അബ്രഹാം പറയുന്നു, മകനെ ദൈവം കരുതിക്കൊള്ളും. ഹല്ലേലൂയ. എത്ര പേർക്ക് വിശ്വാസമുണ്ട് ദൈവം കരുതിക്കൊള്ളും? ഹല്ലേലൂയ. ബഹുദൂരം യാത്ര ചെയ്ത് അവർ മോറിയ മലയിലെത്തി. ഹല്ലേലൂയ. ഹല്ലേലൂയ. യാഗപീഠം പണിതു. ഹല്ലേലൂയ. ഇസഹാക്കിന്റെ കൈകാലുകൾ കെട്ടി യാഗപീഠത്തിന്റെ മേൽ വെച്ചു. ഹല്ലേലൂയ. ജീവന്റെയും കത്തിയുടെയും നടുവിൽ ദൈവം ഇറങ്ങി വരുന്നു. അബ്രഹാമേ, അബ്രഹാമേ, ബാലന്റെ മേൽ കൈവെക്കരുത്. ഹല്ലേലൂയ. സസമാഗമുള്ള ഇസഹാക്ക് കൈകാലുകൾ കെട്ടിയപ്പോഴും തന്നെ പിടിച്ചപ്പോഴും ഒന്നും അദ്ദേഹം മിണ്ടാതിരുന്നു. അനുസരണമുള്ളവനാൽ ദൈവത്തിന്റെ വാക്കുകൾ കേൾക്കുവാൻ അബ്രഹാം അനുസരണമുള്ളവനായി തീർന്നു. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ദൈവം പറയുന്ന വാക്കുകൾ നാം കേൾക്കാറുണ്ടോ? എങ്ങനെയുള്ളവരെയാണ് ദൈവം കരുതുന്നത്? ഏത് വേളയിലാണ് ദൈവം കരുതുന്നത്? പലപ്പോഴും നമ്മൾ ദൈവത്തോട് പരാതികൾ പറയാറില്ലേ? ഹല്ലേലൂയ. ജീവിത അനുഭവത്തിൽ ദൈവം നമ്മെ കരുതുന്നില്ലേ? ഹല്ലേലൂയ. ആ രൂത്തിന് വേണ്ടി ബോവസിന്റെ വയലിൽ ഹല്ലേലൂയ ദൈവം കരുതി. അവരുടെ ദുഃഖവേളയിലും പ്രയാസവേളയിലും ഭർത്താവ് മരണപ്പെട്ടപ്പോഴും അവൾ നിരാശരായില്ല. ഹല്ലേലൂയ. ദൈവം അവൾക്ക് വേണ്ടി നല്ലൊരു ബോവസിനെ കരുതി വെച്ചിരുന്നു. ഹല്ലേലൂയ. കാലാവറക്കുവാൻ പോയ അവൾ ഹല്ലേലൂയ ആ വയലിലെ ഹല്ലേലൂയ ഹല്ലേലൂയ വയൽ മൊത്തം പറക്കിക്കൊള്ളുവാൻ പറഞ്ഞു. പിന്നത്തേതിൽ ബോവസ് അവളെ വിവാഹം കഴിച്ചതായി നാം ബൈബിളിൽ വായിക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ നിരാശയുടെയും ദുഃഖത്തിന്റെയും കാലയളവിൽ ഹല്ലേലൂയ ദൈവത്തോട് പിറുവിറുക്കാതെ എത്ര പേർക്ക് മുന്നോട്ട് യാത്ര ചെയ്യുവാൻ ഇടയാകും? ലാസറിന്റെ ഭവനം നോക്കിയേ. ഹല്ലേലൂയ. മരിച്ചു 4 നാളായി. ഹല്ലേലൂയ. നാറ്റം വെച്ച അവസ്ഥ. യേശു ആ ഭവനത്തിൽ എത്തിയപ്പോൾ ലാസറിന്റെ സഹോദരിമാർ പിറുവിറുക്കുകയാണ്. ഹല്ലേലൂയ. യേശുവേ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഹല്ലേലൂയ എന്റെ ഭവനത്തിൽ ഇത് സംഭവിക്കുകയില്ലായിരുന്നു. ഹല്ലേലൂയ. ദുഃഖത്തിന്റെ അവസ്ഥ, നാറ്റത്തിന്റെ അവസ്ഥ. മരിച്ചു 4 നാളായി. ഇനി ഒരിക്കലും ലാസർ തിരിച്ചു വരികയില്ല എന്നുള്ള പ്രതീക്ഷയോടെ നിൽക്കുകയാണ് സഹോദരിമാർ. കണ്ണുനീരും ദുഃഖവും പ്രയാസവും. യേശു അതിനൊന്നും മറുപടി നൽകിയില്ല. ഒരു വാക്ക് യേശു ചോദിച്ചു, അവനെ വെച്ചത് എവിടെ? ഹല്ലേലൂയ. ലാസറിനെ വെച്ചത് എവിടെ? ഹല്ലേലൂയ. ഹല്ലേലൂയ. അവൻ ലാസറിന്റെ അടുത്തേക്ക് പോയി. ഹല്ലേലൂയ. ലാസറേ, പുറത്തു വരിക. ഒറ്റ വാക്കിൽ ജീവൻ വില കൽപ്പിച്ച യേശുവിന്റെ വാക്കുകൾ, ലാസറേ, പുറത്തു വരിക. ഹല്ലേലൂയ. അവന്റെ കൈകാലുകൾ അഴിച്ചു വിടുവീൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരു വാക്കുകൊണ്ട് ലോകത്തെ സൃഷ്ടിച്ച ദൈവം. ഹല്ലേലൂയ. നമ്മളുടെ ഇന്നലകളെ അറിയുന്നവൻ. ഹല്ലേലൂയ. നമ്മുടെ ഇന്നിനെ അറിയുന്നവൻ. ഹല്ലേലൂയ. നമ്മുടെ നാളുകളെ അറിയുന്നവൻ. നമ്മുടെ ഭാവിക്ക് വേണ്ടി കരുതുന്നവൻ. ഹല്ലേലൂയ. നമ്മുടെ ആവശ്യഭാരങ്ങളിൽ നമ്മോട് കൂടെ ഇരിക്കുന്നവൻ.
നമ്മുടെ ദുഃഖങ്ങളിൽ നമ്മോട് കൂടെയിരിക്കുന്നവൻ. ഹല്ലേലൂയ. നമ്മുടെ എന്ത് വിഷയങ്ങളാവട്ടെ, പ്രത്യേകിച്ച് പ്രവാസ ലോകത്തിലൊക്കെ നാം ജീവിക്കുമ്പോൾ ഒറ്റപ്പെടലിന്റെയും ദുഃഖത്തിന്റെയും ഭാരങ്ങളുടെയും പ്രയാസത്തിലൂടെയൊക്കെ കടന്നു പോകുന്നു. ഹല്ലേലൂയ. ആരോരും കാണാതെ നാം റൂമിലൊക്കെ ഇരുന്ന് കരയാറുണ്ട്. ഹല്ലേലൂയ. എങ്കിലും കരുതുന്ന ദൈവം നിന്നെ കാണുന്നുണ്ട്. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ. എത്ര പേർ ഹല്ലേലൂയ വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. നമുക്കായി കരുതുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. കരീത്തിന്റെ അവസ്ഥകൾ വരട്ടെ, മരുഭൂമിയുടെ അവസ്ഥകൾ വരട്ടെ, ഹല്ലേലൂയ, ഒറ്റപ്പെടലിന്റെ അവസ്ഥകൾ വരട്ടെ, കടഭാരത്തിന്റെ അവസ്ഥകൾ വരട്ടെ, വിശ്വാസ ജീവിതം മുറുകെ പിടിക്കണം. യേശുവിനെ മുറുകെ പിടിക്കണം. ഹല്ലേലൂയ. അവൻ കരുതിയത് കൊണ്ടാണ് നാം ഇന്ന് നിലനിൽക്കുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്തിന്റെ എല്ലാ കരുതലിനായി, ഹല്ലേലൂയ, സ്നേഹത്തിനായി ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ഹല്ലേലൂയ. 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 ആ സ്നേഹത്തിൽ നിലനിൽക്കുവാൻ, ആ കരുതൽ നോക്കി മുന്നോട്ട് യാത്ര ചെയ്യുവാൻ ദൈവം നമ്മെ അനുവദിക്കട്ടെ എന്ന് ഹല്ലേലൂയ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം സമയം ഹല്ലേലൂയ ദൈവിക ചിന്തകൾ ഹല്ലേലൂയ കേൾക്കുവാൻ നമുക്ക് ഇടയായല്ലോ. ചെറിയൊരു സാക്ഷ്യം നിങ്ങളോടൊപ്പം അതിന്റെ ഹല്ലേലൂയ ജീവിതത്തിൽ ചെറിയൊരു സാക്ഷ്യം പങ്കുവെച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞാൻ ദൈവനാമത്തിൽ ഹല്ലേലൂയ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. എന്റെ പേര് ബിജു ജേക്കബ്, സ്വന്തം സ്ഥലം പത്തനാപുരം. ഹല്ലേലൂയ. ഹല്ലേലൂയ. പട്ടിണിയുടെയും ദുഃഖത്തിന്റെയും ഒക്കെ കുടുംബത്തിൽ ഓർത്തഡോക്സ് ബാക്ക്ഗ്രൗണ്ടിൽ കടന്നു വന്ന ഒരു സഹോദരനാണ് ഞാൻ. ഹല്ലേലൂയ. ചെറിയ കുടുംബം. ഹല്ലേലൂയ. ഒരു സഹോദരനുണ്ട്, ദൈവവേലയിലായിരിക്കുന്നു കാനഡയുടെ പ്രദേശത്ത്. ഹല്ലേലൂയ. നയാഗര പ്രയർ സെന്ററിന്റെ ചുമതലയായി പാസ്റ്റർ ബിജു ജേക്കബ് അവർ ഹല്ലേലൂയ ശുശ്രൂഷകൾ ചെയ്തു വരുന്നു. ഹല്ലേലൂയ. കുടുംബമായി അവിടെ പാർക്കുന്നു. ഹല്ലേലൂയ. അതിന്റെ ഹല്ലേലൂയ മാതാപിതാക്കൾ ഹല്ലേലൂയ നാട്ടിലായിരിക്കുന്നു. ഹല്ലേലൂയ. ഞങ്ങൾ ഇവിടെ കുടുംബമായി ഹല്ലേലൂയ നജ്റാൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ, സൗദി അറേബ്യയിൽ നജ്റാൻ പട്ടണത്തിൽ പാർത്തു വരുന്നു. ഹല്ലേലൂയ. ദൈവം ഏൽപ്പിക്കുന്ന ചെറിയ ശുശ്രൂഷകൾ ഹല്ലേലൂയ ചെയ്ത് ദൈവനാമ മഹത്വത്തിന് വേണ്ടി നിൽപ്പാൻ ഹല്ലേലൂയ നിങ്ങൾ സമയം കിട്ടുമ്പോഴൊക്കെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. നിങ്ങളുടെ പ്രാർത്ഥനകൾ ഞങ്ങൾക്ക് വിലപ്പെട്ടതാണ്. ഹല്ലേലൂയ. 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 ദൈവം നടത്തിയ എല്ലാ വിധങ്ങൾക്കായി ദൈവത്തിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ വിശ്വസ്തതകൾക്കായി ദൈവത്തിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ. ഞങ്ങളുടെ ജീവിതത്തിലെ അനുഗ്രഹവും പ്രത്യാശ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് കരയുന്ന ഒരു മാതാപിതാക്കളുണ്ട്. ഹല്ലേലൂയ. ഏതവസ്ഥയിലും ഹല്ലേലൂയ ഇതൊക്കെ ഇന്ന് ഹല്ലേലൂയ ദൈവിക സന്നിധിയിൽ ഞങ്ങൾ നിൽക്കുന്നതിന്റെ ഹല്ലേലൂയ മെയിൻ കാരണം എന്ന് പറയുന്നത് ഹല്ലേലൂയ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഞങ്ങൾ കുടുംബമായി ഹല്ലേലൂയ ഞങ്ങൾക്ക് വേണ്ടി ഹല്ലേലൂയ നിങ്ങൾ ഓർക്കുമ്പോഴൊക്കെ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ജോയൽ ഹല്ലേലൂയ നാളെ 12 വയസ്സ് തികയാണ്. ഹല്ലേലൂയ. നിങ്ങൾ പ്രാർത്ഥനയിൽ പ്രത്യേകം ഓർക്കണം. ഹല്ലേലൂയ. ശുശ്രൂഷകൾ ചെയ്ത ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്കായി ഹല്ലേലൂയ നല്ല ശുശ്രൂഷക്കാരനായി മാറുവാൻ ഹല്ലേലൂയ ദൈവം ഞങ്ങളെ ആഗ്രഹിക്കുന്ന പടിയിൽ എത്തിച്ചേരുവാൻ നിങ്ങൾ ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ഞങ്ങളുടെ ഹല്ലേലൂയ അമ്മ എപ്പോഴും ഇങ്ങനെ പാടാറുള്ള ഒരു പ്രത്യാശയോടെ 2 വരി പാട്ട് പാടി ഹല്ലേലൂയ പ്രാർത്ഥിപ്പാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. മരണനിഴലിൽ താഴ്വരയിൽ ശരണമായി യേശുണ്ട്. മരണനിഴലിൽ താഴ്വരയിൽ ശരണമായി യേശുണ്ട്. കാരളായിഞ്ഞുയ കൈകൾ പിടിച്ചു കരുതി നടത്തുമേ അന്ത്യം വരെ. കാരളായിഞ്ഞുയ കൈകൾ പിടിച്ചു കരുതി നടത്തുമേ അന്ത്യം വരെ. വിശ്വാസ ജീവിത പാതയിൽ ഞാൻ സിയോൻ നഗരിയിൽ പോകുന്നു ഞാൻ. വിശ്വാസ ജീവിത പാതയിൽ ഞാൻ സിയോൻ നഗരിയിൽ പോകുന്നു ഞാൻ. വിശ്വാസ നായകൻ യേശുവെ നോക്കി വിശ്രമ ദേശത്തു പോകുന്നു ഞാൻ. വിശ്വാസ നായകൻ യേശുവെ നോക്കി വിശ്രമ ദേശത്തു പോകുന്നു ഞാൻ. വിശ്വാസ നായകൻ യേശുവെ നോക്കി വിശ്രമ ദേശത്തു പോകുന്നു ഞാൻ. ആ വിശ്വാസ നായകനെ നോക്കി കരുതുന്ന ഹല്ലേലൂയ നായകനെ നോക്കി ഹല്ലേലൂയ നമുക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്ന ആ ഓർമ്മത്തിൽ എത്തിച്ചേരുവാൻ നല്ല ബിരുദം പ്രാപിപ്പാൻ ഹല്ലേലൂയ ദൈവം നമ്മളെ ഒരുക്കട്ടെ. ഹല്ലേലൂയ. ഞങ്ങളുടെ വചനം കേട്ട എല്ലാ ദൈവമക്കൾക്കും ഒരിക്കൽ കൂടി ദൈവം അനുഗ്രഹിക്കട്ടെ. ഹൃദയങ്ങൾക്ക് ആശ്വാസം പകരട്ടെ.
കരുതുന്ന ദൈവത്തെ നമുക്ക് മുറുകെ പിടിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, അങ്ങയുടെ സന്നിധിയോടെ ചേർന്ന് വരുന്നു ഈ നല്ല സന്ധ്യസമയത്തിനായി ഒരിക്കൽ കൂടി ദൈവത്തിന് നന്ദി പറയുന്നു. ഇങ്ങനെ ഒരു അവസരം ഹല്ലേലൂയ ദൈവം ഞങ്ങൾക്ക് ദാനമായി നൽകിയല്ലോ. അങ്ങയുടെ വിശ്വസ്തതയ്ക്കായി കരുതലിനായി ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ഹല്ലേലൂയ. അടിയൻ സംസാരിച്ച ഹല്ലേലൂയ ദൈവ വചനങ്ങൾ ഹല്ലേലൂയ അവിടെയായ ദൈവമക്കൾ ശ്രദ്ധിച്ചല്ലോ. അതവരുടെ ഹൃദയങ്ങൾക്ക് ആശ്വാസമായി തീരട്ടെ, കുടുംബങ്ങൾക്ക് ആശ്വാസമായി തീരട്ടെ. ദുഃഖത്തിലൂടെ, പ്രയാസത്തിലൂടെ, ശരീരത്തിന്റെ അവസ്ഥയിലൂടെ, ഏകാന്തതയുടെ അവസ്ഥയിലൂടെ, കണ്ണുനീരിന്റെ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരെ ദൈവമേ നീ ഓർക്കണമേ. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ഞങ്ങളോടൊപ്പം തലമുണക്കിയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെ വേദനകൾ, ഹൃദയഭാരങ്ങൾ അറിഞ്ഞ് ദൈവം പ്രവർത്തിക്കുമാറാകണമേ. ദുഃഖങ്ങളെ ദൈവം മനസ്സിലാക്കുമാറാകണമേ. ഞങ്ങൾക്ക് വേണ്ടി ഒരു ശുഭയാത്ര ഹല്ലേലൂയ നല്ലൊരു നാളെ കരുതി വെച്ചിരിക്കുന്ന ദൈവത്തെ ഞങ്ങൾ മറന്നു പോകാതെ ഹല്ലേലൂയ ഈ യാത്ര മുന്നോട്ട് യാത്ര ചെയ്യുവാൻ ദൈവത്തെ മുറുകെ പിടിച്ച് ഞങ്ങളുടെ ഹല്ലേലൂയ ക്രിസ്തീയ ജീവിതം ഉറപ്പുള്ളതായി മുന്നോട്ട് യാത്ര ചെയ്യുവാൻ ദൈവം ഞങ്ങളെ ഒരുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഇതിനു മുൻപ് പ്രാർത്ഥിച്ച എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളും സ്വർഗ്ഗത്തിൽ ചേരുവാൻ ദൈവം വരുത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ എല്ലാ വിശ്വസതകൾക്കായി ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ഹല്ലേലൂയ. സമസ്തം അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. ഇതുവരെ ഞങ്ങളെ ശ്രമിച്ച, ഞങ്ങൾക്ക് ഇതിനു വേണ്ടി അവസരം ഒരുക്കിയ പ്രാർത്ഥന ടീം എല്ലാവരോടുള്ള നന്ദി കടപ്പാട് വലിയ കുടുംബത്തിന്റെ ഹല്ലേലൂയ സ്നേഹവന്ദനം ഒരിക്കൽ കൂടി അറിയിക്കുന്നു. ഇനി നമ്മൾ ഇവിടെ കാണുന്നവരെ ദൈവത്തിന്റെ ചിറകിൽ നമ്മെ മറക്കട്ടെ. യേശു വരാറായി. ഹല്ലേലൂയ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു, താങ്ക് യു, താങ്ക് യു.